ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. 2 പാർട്ടായാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ കാണാൻ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വർക്ക് നമുക്ക് പിന്നെ കേരളത്തിൻ്റെ പുറത്ത് സെറ്റായിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന മുന്നൊരുക്കത്തിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ജാസിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല സമയമെടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ. അതേപോലെ തന്നെ പോകുന്ന ബൈക്കിലൊക്കെ നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. വർക്കിന് പോകാമെന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ഒരു ഇത് നമ്മളതിൽ കാണുന്നില്ല കേട്ടോ. കാരണം ജുനൈദ്, ജാസിർ, അതേപോലെ തന്നെ അജ്മൽ, റിയാസൊക്കെ എന്താ വെച്ചാൽ നമ്മൾ നല്ല കുറേ കാലങ്ങൾ ഒരു ഏകദേശം 10-15 കൊല്ലത്തോളമുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അത് ഒരേ സമയത്ത് ഒരേപോലെ വർക്ക് എടുക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രസത്തിൽ ഇൻട്രസ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണ ബൈക്കിൽ സുബയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നോർത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വണ്ടിയൊക്കെ സൈഡാക്കി ഫ്രഷായി ഒന്ന് സെറ്റായതിനു ശേഷമാണ് രണ്ടാമത് സീപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ദിവസമാണ് നമുക്കിന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഷിപ്പിൽ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷിപ്പിൽ അപ്പോഴാണ് ഓണർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ ടിക്കറ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 5 പേർക്ക് ടിക്കറ്റ് ഇല്ല, 4 പേര് ഷിപ്പിലും ഒരാൾ എന്ത് ചെയ്യണം ഫ്ലൈറ്റിലും അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു. അപ്പം ഫ്ലൈറ്റിൽ ഒരാൾ മാത്രമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോൾ ഓണർ പറഞ്ഞു ഒരാൾ എന്തായാലും എത്തൽ മസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എയർപോർട്ടിലേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ ആർക്കാന്ന് ചോദിച്ചപ്പോൾ എനിക്കാണ് ടിക്കറ്റ് കിട്ടിയത്, മറ്റുള്ളവർക്കൊക്കെ ഷിപ്പിലാണെന്ന് പറഞ്ഞു. ഏകദേശം ഷിപ്പിൽ വരികയാണ് ഏകദേശം 16-18 മണിക്കൂറോളം ടൈം എടുക്കുമെന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം അതിൻ്റെ ചുറ്റിപ്പറ്റിയാണ് സമയം. നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ ഫ്ലൈറ്റ് ഫസ്റ്റ് യാത്രയാണ് കേട്ടോ ഫ്ലൈറ്റിൽ വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫ്ലൈറ്റൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് യാത്രയൊക്കെ ചെയ്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ നല്ല അടിപൊളിയാക്കി എടുത്ത്. അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ ഒത്തിരി പേര്, അതായത് ലക്ഷദ്വീപ് അകത്തി ഏകദേശം ഈ ഏരിയയിലുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന നേരത്താണ് നമുക്ക് വീഡിയോ എടുത്തോ അവിടെ ഒരു ദ്വീപ് കാണാനുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതിന് ദ്വീപിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇത്തുണ്ടായി എൻ്റെ കൂടെ ഇരുന്നത്. അവരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ച് നമുക്ക് ആ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറാന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് മനസ്സിൽ വരാതെ മെൻറ്റാലിറ്റിയിൽ കാണിക്കാത്ത വിധം നമ്മൾ എന്ത് ആക്കിയെടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ആ എന്ത് ചെയ്യുന്നത് അവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ എന്തോ ഒരു ബന്ധപ്പെട്ട ഒരാളാണ്, അത് സർക്കാർ ഉദ്യോഗസ്ഥ തന്നെയാണ്. അവരെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കേട്ടുകളിവില്ലാത്തൊരോ തസ്തികയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ സംസാരത്തിലും ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാത്തുണ്ട്. അതിന് കുറച്ച് സമയമെടുത്ത് പഠിക്കാമായിരിക്കും. അതേപോലെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി അകത്തിയിലാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത്. പക്ഷെ നല്ല ചൂടുള്ളൊരു സമയമാണ് നമ്മൾ എത്തിപ്പെട്ടത്. അതേപോലെ തന്നെ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫുള്ള് ആൾക്കാരും അവിടെ ഇറങ്ങി. ടിക്കറ്റിന് നല്ല ഡിലേ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം ഞങ്ങളുടെ ടിക്കറ്റ് തന്നെ ഓണർ എന്തോ നല്ലൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുത്തിട്ടാണ് എടുത്തത്. അത് എത്ര എമൗണ്ടാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ അത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ചെറിയ കുഞ്ഞു ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് എന്താ വെച്ചാൽ ഒരു പാടം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകണപ്പോൾ ഒരു പറമ്പിലൂടെ നടന്നിട്ട് വേണം എന്ത് ചെയ്യുക നമ്മളെ ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടത്. അപ്പോൾ ഫ്ലൈറ്റാണ്, അത്രയും ലോങ് ആണ്. ഇത്ര ഏരിയ നമ്മൾ നടന്നിട്ട് എന്ത് ചെയ്യുന്നത് ഏകദേശം 300 മീറ്ററോളം നമ്മൾ നടന്നിട്ട് വേണം അതിൻ്റെ ഓഫീസിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കേട്ടോ. അത്യാവശ്യം വർക്കൊക്കെ നടക്കുന്ന ഒരു എയർപോർട്ടാണ്. പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ കാര്യമായിട്ട് ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു വികസനം ഇവിടെ ഉള്ളൂ. കാരണം അത്ര പോപ്പുലേഷൻ വളരെ കുറവുള്ളൊരു ഏരിയ അല്ലേ, അതിന് ഇത്രക്കൊക്കെ ധാരാളം തന്നെ. അതേപോലെ തന്നെ ഇവിടെ ഓഫീസിലൊക്കെ ചെന്നിട്ട് നല്ലൊരു എന്താ വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഓണർ എത്തി. നമ്മൾ ഓണർ കൂടെ എന്താ ചെയ്യുക നമ്മൾ പല റീലും കാണുന്ന ഒരു ഏരിയ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പാസ് ചെയ്യുന്നത്. പല റീലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ലക്ഷദ്വീപ് അല്ലെങ്കിൽ അഗത്തി ദ്വീപിനെ കാണിക്കുന്ന ഒരു റൂട്ടാണ് ഇട്ടത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, വലിയ മാലിന്യമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൂപ്പർ ഒരു ഏരിയയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടത്. അങ്ങനെ ഓണറുടെ കൂടെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് എന്താ ചെയ്യുക റൂട്ടിനൊക്കെ കുറിച്ച് പറഞ്ഞ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഓണർ ഇതുവരെ. പക്ഷേ ആൾ കോൺടാക്റ്റിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പല വർക്കിലും ഇതേപോലെ തന്നെ ഉണ്ടാവല്. കാരണം ഓരോട് കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഓരെങ്ങനെയാണ് എന്താ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഓണർ എന്ത് ചെയ്യുക നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളും നമ്മളെ ഇലക്ട്രിക്കലിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കും. ഓണർ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ വരിക, എന്നിട്ട് എന്താ വർക്ക് നമ്മളെ കേരളത്തിലത്തെ പോലെ സെറ്റാക്കി തരാം. നമ്മളൊരു വർക്ക് ഒരു കണ്ടിട്ടുണ്ട്, ആ വർക്ക് കണ്ടിട്ടതിന് ശേഷമാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെക്കാട്ടിൽ നല്ല റൈറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ വർക്ക് ചെയ്ത് സെറ്റാക്കി വിശ്വസിച്ച് വർക്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് അഗത്തി ഭാഗത്തേക്കൊക്കെ വർക്കിൽ വരിക. അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആളുകൾ ഒരു 100% എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാരക്ടറുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഇത്രയും ഒരു
ഒരു നാട്ടിൽ വർക്കിന് പോയിട്ടും അതേപോലെ ആര് കണ്ടാലും തമ്മിൽ പുഞ്ചിരിക്കുക, അതേപോലെ തന്നെ ചിലപ്പം എന്താ ചെയ്യുക നമ്മളോട് നല്ല മിങ്കിളായി ഇത് സംസാരിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ഒരു പരിധി വരെ കാണില്ല. അതേപോലെ നമ്മൾ ഏതായാലും ഓണറുടെ വീട്ടിലൊക്കെ എത്തി. ഓണറുടെ വീട്ടിൽ ഓണർക്ക് ഒത്തിരി പരിപാടികളുണ്ടോ. ഇവിടെ ഒരു ഡീലറാണ്, എയർടെൽ സിമ്മിൻ്റെ ഡീലറാണ്, അങ്ങനെ ഒരുപാട് പരിപാടി. അപ്പോൾ ഓണറുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, ചെറിയൊരു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൂമിലേക്കാണ് ഇടുന്നത്. നേരെ അപ്പം വീഡിയോ ബാക്കി